ഉദ്ഘാടക. അന്നത്തെ മുഖ്യ അതിഥി ഞാനായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് 2 കുട്ടികൾക്കും ഈശ്വരാനുഗ്രഹം കുറെ ഉള്ളതുകൊണ്ടും അവരുടെ പ്രാർത്ഥന എപ്പോഴും എന്റെ പിന്നാലുള്ളതുകൊണ്ടും ഞാൻ ജീവനോടുകൂടി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആൾക്കാർ ചവിട്ടി പൊട്ടിച്ചു. അവിടുന്ന് ഇങ്ങനെ മൈക്ക് സ്റ്റേജിൽ അനൗൺസ്മെന്റ് പ്ലീസ് നമ്മുടെ മുഖ്യ അതിഥി ഡോക്ടർ സുരേഷ് കുമാർ അതിൽ വരുന്നുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കടത്തി വിടും. ഏത് സുരേഷ് കുമാർ പോകാൻ പറയേണ്ടത്? കാരണം അവർക്ക് എന്ത് സുരേഷ് കുമാർ, അവർക്ക് ആരെയാണ് കാണേണ്ടത്? കാവ്യമാധവനെ കണ്ടാൽ. അപ്പൊ കാവ്യമാധവനെ കാണുമ്പോഴേക്കും ഞാനൊരു പരിപാടി. അപ്പൊ ഞാൻ കാവ്യമാധവനോട് പറഞ്ഞു, ഏതായാലും നന്നായി, ഇനി നമ്മൾ തമ്മിൽ ഒരു സ്റ്റേജിൽ ഉണ്ടാവില്ല. കാരണം എനിക്ക് എന്റെ കുട്ടികളെ നോക്കണേ, അവർക്ക് പാവം അച്ഛനല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഖുശ്ബു ഈ പരിപാടിക്ക് ചെന്നു. അപ്പൊ ആൾക്കാർ ഇടിച്ച് കയറി ബഹളം ഉണ്ടാക്കി ചെന്നു. ഈ കൂട്ടത്തിൽ ഒരാള്, ഒരു ഖുശ്ബുവിന്റെ ആരാധകൻ, ഇടിച്ച് കയറി ചാവിട്ടി മറച്ച് സ്റ്റേജിൽ കയറിയിട്ട് ഖുശ്ബുവിന് ഒരു ആപ്പിൾ കൊണ്ടുകൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആകെയുള്ള സ്വപ്നത ഖുശ്ബുവിന് ഒരു ആപ്പിൾ കൊടുക്കണം, ഇനി മരിച്ചാലും വേണ്ടില്ല. അപ്പൊ പുള്ളി പോയിട്ട് ഖുശ്ബുവിന് ആപ്പിളൊക്കെ കൊടുത്തു. അപ്പൊ ഖുശ്ബു ആപ്പിളോട് വാങ്ങിച്ചു വെച്ചു. അപ്പൊ അതേ മുന്നിൽ ഇരുന്നിട്ട് പറഞ്ഞു, അമ്മ അതൊന്ന് ഷാപ്പിടും കേട്ടോ, അതൊന്ന് കടിക്കാൻ, അത്ര മതി, പിന്നെ ഒന്നും വേണ്ട. അപ്പൊ ഖുശ്ബുവിനെ തോന്നി, പാവം ഇയാൾ എവിടുന്നോ ദൂരം ഒരു ആപ്പിൾ കൊണ്ടുവന്നല്ലേ. പുള്ളിക്കാരി ആ ആപ്പിൾ ഒരു കടിയും കടിച്ചവിടെ വെച്ചു. ഇനി ഞാൻ പറയണത് നിങ്ങൾ വിശ്വസിക്കില്ല, കാരണം എനിക്ക് വിശ്വാസമായില്ല. ആ ആപ്പിള് പിറ്റേ ദിവസം ലേലത്തിൽ പോയത് 4.25 ലക്ഷം ഉറുപ്പിക. ഇത് ആ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മാഡം ഇങ്ങനത്തെ നോണ എന്നോട് പറയരുത്. അപ്പൊ എന്നോട് അവർ പറയുന്നത് ഗൗരവത്തില് നിങ്ങൾക്ക് പാക്കണമാ, നിങ്ങൾക്ക് കാണണോ, ഞാൻ കൊണ്ടുപോവാ. അത് അവിടുത്തെ ഏതോ ഒരു കോടീശ്വരൻ വാങ്ങിയിട്ട് അതേ വീട്ടിന്റെ ഉമ്മറത്ത് ഒരു ചില്ലിട്ട കൂട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് പറഞ്ഞു, ഖുശ്ബു കടിച്ച ആപ്പിൾ. അപ്പൊ പിന്നെ നാട്ടുകാരൊക്കെ വന്നിട്ട് ഞാൻ ബഹുമാനത്തോട് ഖുശ്ബു കടിച്ച ആപ്പിളോ. അപ്പൊ ഞാൻ ഒന്നും വേണ്ട, ഞാൻ വെറുതെ ചോദിക്കട്ടെ, വെറുതെ തമാശക്ക് ചോദിക്കട്ടെ, സച്ചിൻ ടെണ്ടുൽക്കർ 100ാമത്തെ സെഞ്ചുറി അടിച്ച ബാറ്റ് കോഴിക്കോട്ടങ്ങാടിയിൽ ലേലത്തിന് കൊണ്ടുവരുന്നാൽ ഞാനൊന്ന് പോയി നോക്കും. ഒരു 2 ലക്ഷം വരെയൊക്കെ ഞാൻ വിളിക്കും. അത്ര എന്റെ കപ്പാസിറ്റി. 2 ലക്ഷം വരെ ഞാൻ വിളിക്കും. അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ പോരും. അതിനർത്ഥം എന്താ വെച്ചാൽ ആ ബാറ്റിന് 1500 ഉറുപ്പിക വരെയുള്ളൂ. പക്ഷെ അത് കിട്ടിയാല് അതൊരു സംഭവമാണ്. അപ്പൊ ഇതുപോലത്തെ ലേലം അവിടെ നടക്കുകയാണ്. ഞാൻ നേരം വൈകിക്കൊണ്ടാണ് കഥയിലേക്ക് വേഗം കടന്നു വരുന്നത്. ആ ലേലം തുടങ്ങി നാടിന്റെ നാനാ ഭാഗത്ത് നിന്നും കോടീശ്വരന്മാര് വന്ന് നിങ്ങൾ ഇരിക്കും പോലെ ഇങ്ങനെ ശാന്തരായിട്ട് വന്നിരുന്നു. എന്താ നിങ്ങൾ ചിരിച്ച്? കോടീശ്വരന്മാര് നിങ്ങൾ ഇരിക്കും പോലെ ഇരിക്കുന്ന പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലേ? എന്നൊക്കെ എനിക്കറിയുന്ന ശാസ്ത്രം മനഃശാസ്ത്രമാണ്. ആ മനഃശാസ്ത്രം വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ. ഇതാണ് ഈ അടുത്ത് എനിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലോകത്തിലെ അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്, കോടീശ്വരനാണ് ബിൽ ഗേറ്റ്സ് എന്ന് പറയും. മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ വാചകമുണ്ട്. ആ വാചകം ഈ അടുത്തൊരു ദിവസം ഏതോ കുറിക്കമ്പനി പരസ്യത്തിൽ ഉപയോഗിച്ചു. വാചകം എന്താണെന്നറിയാമോ? ദരിദ്രനായി ജനിക്കുന്നത് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷേ കോടീശ്വരനായി മാറാത്തത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. വളരെ ശരിയാണല്ലേ? വളരെ ശരി. അത് എന്റെ ജീവിതം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ജനിച്ചതും ജീവിച്ചതും ഒക്കെ അത്ര പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുമ്പോ ഞാൻ എന്റെ വീട് കണ്ടത്, എന്റെ സ്വന്തം വീട് കണ്ടത് 19ാമത്തെ വയസ്സിലാണ്. കാരണം അതുവരെ വീടുണ്ടായിരുന്നില്ല. ആരാന്റെ തിണ്ണയിലും ചായപ്പിലും മറ്റുള്ളവരുടെ അടുക്കളയിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി ഒരു ബാല്യം എനിക്കുണ്ട്. കൗമാരവും ഉണ്ട്, യൗവനവും ഉണ്ട്. അപ്പൊ തിന്നാനും കുടിക്കാനും ഇല്ലാതെ, നല്ല പാന്റ് ഷർട്ട് ഇടാനില്ലാതെ കോളേജിൽ പഠിച്ച കാലൊക്കെ ഇപ്പൊ ഓർമ്മയുണ്ട്. പക്ഷെ അത് എന്റെ കുറ്റമല്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് എന്റെ അമ്മയുടെ അച്ഛന്റെ കുറ്റമല്ല. പാവം അവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ദരിദ്രനായി ഞാൻ ജനിച്ചു, അത് എന്റെ കുറ്റമല്ല. പക്ഷെ ഇന്ന് കോടീശ്വരനായിട്ട് മാറിയില്ലെങ്കിൽ അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആരെ തന്നെ കുറ്റപ്പെടുത്തണം? എന്നെ തന്നെ കുറ്റപ്പെടുത്തണം. അപ്പൊ ആ കുറ്റപ്പെടുത്തൽ തയ്യാറല്ലാത്തതുകൊണ്ട് ഇന്ന് കോടീശ്വരൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ കുറവൊന്നുമില്ല. അത്യാവശ്യമൊക്കെ നല്ലോണം സമ്പാദിച്ചു, വലിയ തോതിൽ ജീവിക്കുന്നു, 10-16 രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു, ഇന്ത്യയിലുടനീളം സ്ഥാപനങ്ങളുണ്ട്, ഗവേഷണമുണ്ട്, ഒരുപാട് സന്തോഷങ്ങളുണ്ട്. അത് പോട്ടെ, അതടക്കട്ടെ. ഞാൻ പറഞ്ഞത് അതുപോലെ കോടീശ്വരന്മാർ വന്നിരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതം, എന്റെ മുമ്പിലിരിക്കുന്ന ഇത്രയും അമ്മമാരുടെ ജീവിതം, ഇന്ന് നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അത് ഇന്നലത്തെ നിങ്ങളുടെ ചിന്തയായിരുന്നു. സത്യസന്ധമായിട്ട് പറയാം, ഇന്നലെ നിങ്ങൾ എന്തൊക്കെ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചോ അതാണ് ഇന്ന് നിങ്ങൾ. ഇനി നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാ? ഇന്ന് നിങ്ങൾ എന്തൊക്കെയാ ചിന്തിക്കുന്നത് അതാണ് നാളെ നിങ്ങളുടെ ജീവിതം. അപ്പൊ 2 തരത്തിലാണ് മനുഷ്യന്മാരുള്ളത്. ഒരു കൂട്ടം ആളുകൾ നല്ല ചിന്തകളുമായിട്ട് പോണു, ഒരു കൂട്ടം ആളുകൾ സ്വയം ശപിച്ചു കൊണ്ടുപോകും. എന്റെ കാര്യം നേരെയാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കടന്നു പോകുന്നു. അവരുടെ ജീവിതം ഒരിക്കലും നേരെയാവുന്നില്ല. എന്നാൽ എന്റെ ജീവിതത്തെ മാറ്റി, മനുഷ്യന്റെ മാത്രം ഒരു പ്രത്യേകത എന്താ പറയുമോ? നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റും. ആണോ അല്ലയോ? എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മോശം സംഭവിച്ചാൽ അതിന് കാരണക്കാർ വേറെ ആരുമല്ല, അതിന് ഉത്തരവാദി ആരാണ്? ഞാൻ തന്നെയാണ്. എന്റെ അടുത്തൊക്കെ കൗൺസിലിങ്ങിനൊക്കെ വരും പല ആൾക്കാരും. കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ തല്ലുകൂടുമല്ലോ. മലയാളി എന്തിനാ കല്യാണം കഴിക്കണേ? പിറ്റേന്ന് തുടർന്ന് തല്ലുകൂടാ.
നിങ്ങൾ മലപ്പുറം ജില്ലക്കാരെ കാണുമ്പോൾ ഒന്ന് ബഹുമാനിക്കണം കേട്ടാ, കോഴിക്കോട്ടുകാര്. അതിന് കാരണം എന്താ പറയുക, മലപ്പുറം ജില്ലക്കാരാണ് വിവാഹം എന്ന് പറയുന്ന സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയത്. നിങ്ങളിവിടെ കല്യാണം എന്നൊക്കെയല്ലേ പറയാ, മാരേജ്, വിവാഹം എന്നൊക്കെയല്ലേ പറയാ. ഞങ്ങൾ അതൊന്നും പറയില്ല, ഞങ്ങളുടെ നാട്ടിൽ കെട്ടുക എന്നാ പറയാ. ഞാൻ എന്റെ കുട്ടീനെ കെട്ടാൻ അടുത്ത ഞായറാഴ്ചകൾ വരുകൊണ്ട് കിട്ടും പറയും. അപ്പൊ ഞാൻ ആദ്യമൊക്കെ അത് കേട്ടപ്പോ വിചാരിച്ചു കഷ്ടം, നല്ലൊരു സംഭവമാണ് ഈ വിവാഹം, അതിനെ കെട്ടുക എന്നൊക്കെ പറഞ്ഞ മോശമായി. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അതാണ് ഏറ്റവും ശരിയെന്നും അത് കണ്ടുപിടിച്ച ആളെ ഞാൻ തിരഞ്ഞെടുത്ത ഒരു അവാർഡ് കൊടുക്കാൻ. കാരണം ഇത് കെട്ടലാണ്. കേരളത്തിൽ ഇപ്പൊ മുഴുവൻ കെട്ടലാണ്. എന്തുകൊണ്ടാണ് കെട്ടേണ്ടി വരുന്നത്? ഞാൻ ഒരിക്കലും ഒരു കോളേജില് 25 പെൺകുട്ടികളെ കണ്ടു, ഡിഗ്രി കുട്ടികളെ. അപ്പൊ അവരോട് ചോദിച്ചു, മക്കളെ കല്യാണം കഴിക്കേണ്ടി വെച്ചു. കഴിക്കണുണ്ട് സാർ, വീട്ടിൽ 2 ദുഷ്ടന്മാരുണ്ട്, ഒരു സമ്മതിക്കാഞ്ഞിട്ടുണ്ട്. മനസ്സിലായി നിങ്ങള്? ഇതാ ഒരു ദുഷ്ടം നിൽക്കുന്നു, കുറെ ദുഷ്ടന്മാര് ധരിക്കുന്നു. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളെ കഥയാണിത്. കാരണം ഇന്നലെ മിനിഞ്ഞാന്ന്, കുറെ ദിവസത്തിന് ശേഷം മിനിഞ്ഞാന്ന് ഞാൻ ക്ലിനിക്കിലുണ്ടായിരുന്നു. ക്ലിനിക്കിലുണ്ടായപ്പോ മിനിഞ്ഞാന്നത്തെ കേസ് മുഴുവൻ കുണ്ടാമണ്ടി കേസാണ്. അതായത് ഒരു പെൺകുട്ടിയെ കൊണ്ട് അവളുടെ അച്ഛനും അമ്മയും കുടുംബക്കാരും ഒക്കെ കൂടി ഒരു 4-5 വണ്ടി നിറയെ ആൾക്കാർ വന്നു. അപ്പൊ സംഭവം എന്താണ്, അവളുടെ അച്ഛൻ അവൾക്ക് +2 പാസ്സായപ്പോ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. ആ കുന്ത്രാണ്ടം കൊണ്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറയുന്നില്ല, നിങ്ങൾക്ക് വല്ലാണ്ട് അറിയാമെന്നറിയില്ല. എന്റെ ക്ലിനിക്കിൽ വന്ന് നോക്ക് നിങ്ങൾ, ആ കുന്ത്രാണ്ടം കൊണ്ട് തകർക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. കല്യാണം കഴിച്ചവർ അതുകൊണ്ട് തകർക്കണം, കല്യാണം കഴിക്കാൻ പോണവർ അതുകൊണ്ട് തകർക്കണം. ഈ ഒരു കുന്ത്രാണ്ടം കൊണ്ട് ഉണ്ടാവണം പുലിവാൽ എന്താണെന്നറിയാമോ? അടുത്തൊരു ദിവസം ഒരു കല്യാണ നിശ്ചയിച്ചു കഴിഞ്ഞ് അത് തീർപ്പാക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അപ്പൊ സംഭവം എന്താണ്, ചെക്കൻ വന്ന് പെണ്ണ് കണ്ടിട്ട് വളയിടൽ എന്നൊരു ചടങ്ങുണ്ടായിരുന്നു. വളയിട്ടപ്പോ ഇപ്പത്തെ പ്രത്യേകത കണ്ടോളൂ. പണ്ട് നമ്മള് ഭാഗ്യവന്മാര്, നമ്മള് കല്യാണം കഴിച്ച മാതിരി ഒന്നല്ല ഇപ്പത്തെ കല്യാണത്തിന് തന്നെ പൂജിച്ച മൊബൈലാണ് കൊടുക്കണത്. ആ അമ്പലത്തിലൊക്കെ കൊണ്ടേ പൂജിച്ച് കുറച്ച് തുളസി പൂവൊക്കെ ഇട്ട് അതിങ്ങനെ എന്താ സംഭവം. എന്നിട്ട് അങ്ങനെ പൂജിച്ചൊരു മൊബൈലും കൊടുത്തിട്ട് ചെക്കൻ ഗൾഫിലേക്ക് പോയി. കാരണം പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് ലീവ് എടുത്ത് വന്നിട്ടുള്ള കല്യാണം കഴിക്കാൻ. പെൺകുട്ടി മൊബൈലും വാങ്ങിയിട്ട് ഓക്ക് ഇഷ്ടമുള്ളവരൊക്കെ വിളിച്ചു. അതാരെന്ന് ഞാൻ പറയണ്ടല്ലോ. പക്ഷെ ഈ സാധു അവിടുന്ന് വിളിക്കുമ്പോ ഇതിനെ കിട്ടുന്നില്ല. അവിടുന്ന് വിളിക്കുമ്പോ ഇത് എൻഗേജാണേ, ഇത് ഫോണ് നിലത്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടുന്ന് ഒന്ന് വിളിക്കാൻ. അവസാനം ഒരു കാര്യം മനസ്സിലായി. അവൻ അവന്റെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചത് എന്താ ഇവിടെ അന്വേഷിക്കാന്ന് നോക്കുമ്പോ 36 ഫോണുകൊണ്ട് ആഘോഷിച്ചു. ഒരു 10-16,000 രൂപ ബില്ലും ഉണ്ടാക്കി. അവസാനം അവൻ വന്നപ്പോഴേക്കും അവൾ വേറെ കൂടെ പോയി ചെയ്തു. ഈ കേസ് തീർപ്പാക്കാൻ ഞാൻ പോയി. എന്റെ ഒരു അവസ്ഥ ആലോചിച്ചപ്പോഴാണ് നിങ്ങൾ. അപ്പൊ ഇതുപോലെ അപ്പൊ പിന്നാന്ന് പറഞ്ഞ എന്റെ ക്ലിനിക്കിൽ വന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, അച്ഛൻ മകള് +2 പാസ്സായപ്പോ സന്തോഷത്തോടുകൂടി മൊബൈൽ വാങ്ങിക്കൊടുത്തു. നല്ലോണം കരുതുക കേട്ടോ. മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോ നല്ലോണം ആലോചിക്കണം, ആ സാധനം കൊണ്ട് കുട്ടിയുടെ ജീവിതം എന്താകുമെന്ന്. അത് ചിന്തിക്കാത്ത അച്ഛനമ്മമാരായിരുന്നു കൂടുതൽ. കണ്ടമാനം